രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷിക്കുന്നത് പിണറായി വിജയന്റെ പോലീസാണെന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ രാഹുലിനെ ചുമലിലേറ്റിക്കൊണ്ട് പാലക്കാട് നടക്കുന്നത് നാം കാണുകയാണ്. നമ്മൾ കഴിഞ്ഞ 4 മാസമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ മറ്റൊരു ഘട്ടമാണ് ഇന്ന്. അവസാനിച്ചു എന്ന് കരുതിയിടത്ത് നിന്ന് വീണ്ടും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. പക്ഷേ വെളിപ്പെടുത്തലുകളുടെ സ്വഭാവത്തിൽ നിന്ന് ഒരു പരാതിയുടെ സ്വഭാവത്തിലേക്ക് വരികയും എനിക്ക് നീതി വേണം എന്നൊരാൾ ആവശ്യപ്പെടുകയും ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഇത് വെളിപ്പെടുത്തലുകളായി അവസാനിക്കുകയും ചെയ്യും. ഇതിങ്ങനെ കേവല രാഷ്ട്രീയ വാദപ്രതിവാദമായാൽ മാത്രം മതിയോ? ഒരിക്കലുമല്ല അഭിലാഷ്. കാരണം ഇവിടെ ഞാൻ ആർഷോ പറഞ്ഞു നിർത്തിയിടത്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷിക്കുന്നത് പിണറായി വിജയന്റെ പോലീസാണെന്നുള്ളതാണ്. നോക്കൂ, ഇന്ന് മാധ്യമങ്ങളെ കണ്ട കോൺഗ്രസ് നേതാവ് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് പോലീസ് ആക്ഷൻ എടുക്കട്ടെ എന്നാണ്. പക്ഷേ ആക്ഷൻ എടുക്കേണ്ട പോലീസിന് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ അഭിഭാഷക സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്നത്തെ വെളിപ്പെടുത്തലിൽ വേണമെന്നുണ്ടെങ്കിൽ പോലീസിന് രാഹുലിനെ ചോദ്യം ചെയ്യാം, രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ FIR രജിസ്റ്റർ ചെയ്തിട്ട് ഈ പറഞ്ഞ അങ്ങ് പറഞ്ഞതുപോലെ 4 മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഒരു തവണ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ കേരളത്തിന്റെ പോലീസ് തയ്യാറായിട്ടില്ല. ആ കോൺഫിഡൻസ് തന്നെയാണ് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ വളരെ അഹങ്കാരത്തോടെ രാഹുൽ സംസാരിക്കുന്നതും രാഹുൽ ആ വിഷയങ്ങളെ ഈ ഓഡിയോ സംഭാഷണത്തെ ഉൾപ്പെടെ ന്യായീകരിക്കുവാൻ ലഘുവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. കാരണം നടപടി എടുത്തു എന്ന് പറയുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ രാഹുലിനെ ചുമലിലേറ്റിക്കൊണ്ട് പാലക്കാട് നടക്കുന്നത് നാം കാണുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുലാണ് അവിടുത്തെ പല സ്ഥാനാർത്ഥികളുടെയും നോമിനേഷൻ ആര് നിൽക്കണം എന്ന് തീരുമാനിച്ചത്. രാഹുലാണ് നോമിനേഷൻ സ്കൂട്ടണിങ്ങിൽ പങ്കെടുത്ത് വക്കീലിനേക്കാൾ വിദഗ്ധമായ രീതിയിൽ അവിടെ ROയ്ക്ക് മുമ്പിൽ, ഭരണാധികാരിക്ക് മുമ്പിൽ വാദിക്കുന്നത്. അവിടുത്തെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുലാണ്. ഇങ്ങനെ കോൺഗ്രസിനെ വിഴുങ്ങുന്ന ഒരു രാഹുൽ ഷാഫി നെക്സസിന്റെ പിടിയിലേക്ക് കോൺഗ്രസ് അകപ്പെട്ടു പോയിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കേവലം രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾക്കപ്പുറത്ത് രാഹുലിനെ തെള്ളിപ്പറയാനോ രാഹുലിനെതിരെയുള്ള നടപടിയെപ്പറ്റി വിശദീകരിച്ച് രാഹുലിനെ മാറ്റി നിർത്താനോ ഇവർക്ക് സാധിക്കുന്നില്ല. നോക്കൂ, കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ സാധിക്കാത്ത സാഹചര്യം കഴിഞ്ഞ 4 മാസമായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ സംസാരിച്ച ബിന്ദു കൃഷ്ണയുടെയും അതേപോലെ തന്നെ തൃക്കാക്കര MLA ഉമാ തോമസിന്റെയൊക്കെ അവസ്ഥ നാം കണ്ടതാണ്. ഒരു മാധ്യമ പ്രവർത്തക ഈ ഇരയെ കണ്ടു, ആ ഇരയെ കണ്ടപ്പോൾ അത് കടന്നു പോകുന്ന ട്രോമ വളരെ വലുതാണ് എന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ എന്തുമാത്രം അധിക്ഷേപത്തിന് അവർ ഇരയായി. അപ്പോ രാഹുലിനെതിരെ സംസാരിക്കുന്ന ആരായാലും, അത് കോൺഗ്രസ് ആയാലും ഇതര രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരായാലും മാധ്യമ പ്രവർത്തകരായാലും, അവർക്ക് അഭിമാനത്തോടെ തൻ്റെ ഇടത്തോടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു ഭീഷണി, ഒരു അപ്രഖ്യാപിത ഭീഷണി ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അഭിലാഷ് ഈ പറഞ്ഞതുപോലെ രാഹുലിനെതിരെ പ്രതികരിക്കാൻ ആരും തയ്യാറാകാത്തത്. നോക്കൂ, ഒരു പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഞാനും ഈ പാനലിലിരിക്കുന്ന എല്ലാവരും ഒക്കെ രാഷ്ട്രീയ ഓഡിറ്റിങ്ങിന് വിധേയമാകപ്പെടേണ്ടവരാണ്. പക്ഷേ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയൊക്കെ ആകരുതോ അതെല്ലാമായിട്ടാണ് രാഹുൽ പോകുന്നത്. ഒരാളാണോ, 2 ആളാണോ, 3 ആളാണോ, എത്രയോ ആൾക്കാർ പരാതി ഇല്ലെങ്കിൽ പോലും പരാതി പറയാൻ തയ്യാറാകുന്നു, തങ്ങൾക്കേറ്റ ദുരനുഭവത്തെ പറ്റി വിശദീകരിക്കാൻ തയ്യാറാകുന്നു. പക്ഷേ ഇതെല്ലാ സാഹചര്യം ഉണ്ടായണക്കെ പോലും രാഹുലിനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും ക്ഷണിക്കാതെ പിണറായി പോലീസ് അദ്ദേഹത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. എന്താണ് ഇവർ തമ്മിലുള്ള ഡീൽ? ആ ഡീലാണ് രാഷ്ട്രീയ ആരോപണം.